ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ പുതിയൊരു ബ്ലോഗ്. അപ്പോൾ രാവിലത്തെ ഒരു ജേർണി, ഒരു യാത്ര, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ഇൻട്രോ എടുക്കാനുള്ള ഒരു മൂഡ് വന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ മണ്ണാർക്കാട് മീൻ വെള്ളം വാട്ടർഫാൾസാണുള്ളത്. സൗണ്ട് കേൾക്കുന്നുണ്ടാവും തോന്നുന്നുണ്ട് എനിക്ക്. ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ക്യാപ്ചർ കേൾക്കുന്നുണ്ടാവും തോന്നണം. അപ്പോൾ നല്ലൊരു യാത്രയുണ്ടായിരുന്നു. അവിടെ നിന്ന് പാലക്കാട് എന്ന് പറഞ്ഞിട്ട് ഇത്രത്തോളം. ഫസ്റ്റ് നമ്മൾ ആദ്യം പോയി സൈലൻറ്റ് വാലി കയറി. സൈലൻറ്റ് വാലി അവിടെ എത്ര ഇൻട്രോ എടുക്കാൻ വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എനിക്ക് ഇൻട്രോ എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ നേരെ മീൻ വെള്ളത്തിൽ ഇവിടെ വന്ന് ഈ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഒരു ഇൻട്രോ എടുത്തത്. സൈലൻറ്റ് വാലി അവിടെ എത്തിയപ്പോൾ ഒരു ആൾക്ക് 600 രൂപ വെച്ച് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ അത് രാവിലെ 8 മണിക്ക് എത്തി. അവിടെ നിന്ന് 8, 10, 12 അങ്ങനത്തെ ടൈം ഫിക്സർ പറഞ്ഞു. അപ്പോൾ നമ്മളുള്ളപ്പോൾ സമയം വണ്ടി കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ക്യാൻസലാക്കിയതാണ്. അപ്പോൾ അവിടെ നമ്മൾ നേരെ ഇറങ്ങി വന്നുകൊണ്ട് പാലക്കാട് പോകാൻ വേണ്ടി കയറുന്നത്. അപ്പോൾ ശരി, എന്തായാലും മീൻ വെള്ളം കാണാമല്ലോ. വന്നിട്ട് നേരെ മീൻ വെള്ളത്തേക്ക് തിരിച്ചു. ഇവിടെ ഏറ്റവും ശരിക്കും കിഡിലൊരു ആംബിയൻസ്, ഭയങ്കര ഒരു വെള്ളം കമ്മിയാണ്. എന്നിരുന്നാലും നോക്ക് ഒരു ഒളി മൂടില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇനി കഴിച്ചു, ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാണ്. നല്ല വെള്ളമുണ്ട്. യാത്ര പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ഫ്രീ ടൈം യാത്രയാണ്. അത് ശരിക്കും നമ്മൾ വീട് വിട്ട് ഇറങ്ങി അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു 6 ദിവസം കണ്ടിന്യൂസ് രാവിലെ എണീക്കണോ, പണിക്ക് പോകണോ, വരുന്നോ, വീടെത്തണോ, അതല്ല. അതിന് ശേഷമുള്ളൊരു ലൈഫുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മൾ കിട്ടുന്ന സമയം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ജസ്റ്റ് ട്രാവൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും കുളിക്കട്ടെ അല്ലേ. കുളിച്ച് വന്നിട്ട് കാണാൻ, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ വീഡിയോ എടുത്ത് അതും കൂടെ സംസാരിക്കാം. ഓക്കെ, റെഡി ഗായ്സ്, ബി വിത്ത് മീ ഗായ്സ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അവിടെ അയച്ചു വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കുളിക്കാൻ വേണ്ടി പോകും. ഇവിടെയാണ് കുറച്ച് ഒഴുക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ കുളിക്കാൻ വന്നിട്ട് നമ്മൾ പോവാണ്. നോക്കൂ, ഫോൺ കൊടുക്കട്ടെ. അപ്പോൾ കുളി കഴിഞ്ഞ് കയറി. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റുന്ന സെക്ഷനായിപ്പോയി. കാരണം ഫുൾ ഫാമിലി ഗേൾസൊക്കെ കയറിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു. നേരെ കയറിയ ശേഷം നമുക്ക് വീഡിയോ എടുത്തത്. നല്ല ഫ്രഷ് വാട്ടർ കാര്യങ്ങൾ, ഭയങ്കര ക്ലീൻ ആയിട്ടില്ലേ. ഇത്ര നേരം കുളിച്ചു കാര്യങ്ങൾക്ക് ശേഷം നമുക്ക് ചുറിച്ചിൽ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും വരാൻ വന്ന് കുളിക്കാം. നല്ല തണുപ്പാണ് വെള്ളം, നല്ല തണുപ്പ്, ഫ്രഷ് വാട്ടറാണ്. മലീൻ്റെ മേലെന്ന് ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് ഇരുത്തി കുളിക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ഇത് കാണും. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് കുളിക്കാം. ഇവിടുത്തെ ഇത് ചില്ലയൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ നേരെ മേലെ കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ചെറിയൊരു ചാട്ടം ലെഫ്റ്റിലോട്ട്. അപ്പോൾ ലെഫ്റ്റ് ചെറിയൊരു ഇറക്കം മീൻസ് അങ്ങനെ വലുതായിട്ട് കാണത്തക്ക ഒന്നുമില്ല. എന്നാൽ അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാണാം. ഇറങ്ങി നല്ല ചാട്ടമുണ്ട്, നല്ല വെള്ളച്ചാട്ടമുണ്ട്. വണ്ടൊന്നും പോകാൻ നിൽക്കണ്ട, ചെറിയൊരു ചാട്ടമുള്ളൂ. അത്യാവശ്യം നല്ല തിളക്കമുള്ള വെള്ളമുണ്ട്. കണ്ട ക്ലീൻ കണ്ട, ഒരു ക്ലിസ്റ്റർ ക്ലീനാണ്. നമുക്ക് ഉള്ളിൽ കിടക്കുന്ന മീനുകളടക്കം നമുക്ക് തെളിച്ചത്തോടുകൂടി കാണണ്ട. അത്രമാത്രം ഒരു ക്ലിയറോട് കൂടിയിട്ടാണ് ഈ വെള്ളം മലീൻ്റെ മേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ മുമ്പ് എപ്പോഴോ വന്ന സമയത്തൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഈ മലയിൽ നിന്ന് അതൊക്കെ ഒന്ന് ഒരു വൈബായിരുന്നു നമുക്കത്. കണ്ടമാനം മീനുകളുണ്ട്, ചെറിയ പൊടി മീനുകളൊക്കെ കാലും വെച്ച് നിന്ന് ഫുള്ള് വന്ന് നമ്മുടെ കാലത്തെ ക്ലീനൊക്കെ ചെയ്തിട്ട് പോകും.